ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 7ാമത്തെ പാഠഭാഗവും ബയോളജിയിലെ 1ാമത്തെ പാഠഭാഗവുമായിട്ടുള്ള നട്ടുനനക്കാം നന്മകൾ കൊയ്യാം എന്ന പാഠഭാഗത്തിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്നും ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇതിലെ അവസാനത്തെ വിലയിരുത്താം എന്ന പ്രവർത്തനവും കൂടെയാണ്. അപ്പോൾ ഫുൾ ചാപ്റ്ററോട് വീഡിയോയിലാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ലെങ്തി ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൂട്ടുകാർ അതിനനുസരിച്ച് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. 7ാമത്തെ പാഠഭാഗമാണ് നട്ടുനനക്കാം നന്മകൾ കൊയ്യാം. ചിങ്ങം 1 കർഷക ദിനം. കർഷക ഉന്നമനത്തിനും കാർഷിക കേരളത്തിനായി നമുക്ക് കൈകോർക്കാം എന്നുള്ള ഇതാണ് അവിടെ തന്നിട്ടുള്ളത്. ഗുണമേന്മയുള്ള പച്ചക്കറികൾ ചുരുങ്ങിയ ചെലവിൽ ഉൽപ്പാദിപ്പിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച വിദ്യാർത്ഥി കർഷകനുള്ള കർഷക പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന മിടുക്കനെ ശ്രദ്ധിച്ചില്ലേ? ഇത്തരം പുരസ്കാരങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് കൂട്ടുകാരെ ലക്ഷ്യമിടുന്നുണ്ടാവുക സർക്കാർ? കാരണം കാർഷിക മേഖലയിൽ യുവാക്കളുടെ പങ്കാളിത്തവും നേട്ടവും പ്രോത്സാഹനവും ഉണ്ടാവണമെന്ന് തന്നെയായിരിക്കും അല്ലേ. ഇനി കൃഷിയിൽ ഇതേപോലെ നേട്ടം കൈവരിച്ച ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ? കാർഷിക മേഖലയിലെ ഏതു പ്രവർത്തനമാണ് അവരെ ശ്രദ്ധേയമാക്കിയത്? ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇടുക്കിയിലെ മാത്യു ബെന്നി എന്ന് പറയുന്ന 13 പശുക്കളെ വളർത്തുന്ന ഒരു കുട്ടിയെക്കുറിച്ച് അല്ലേ. അപ്പോൾ അതും ഇത്തരത്തിലുള്ള ഒന്ന് തന്നെയാണ്. ഈ വിദ്യാർത്ഥി കർഷകൻ്റെ അനുഭവക്കുറിപ്പിലെ കുറച്ച് ഭാഗം വായിക്കൂ. അതാണ് താഴെ തന്നിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാൻ 8ാം ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. അച്ഛനും അമ്മയും ഒരു സഹോദരിയും ഉൾപ്പെട്ടതാണ് ഞങ്ങളുടെ കുടുംബം. സ്വന്തമായൊരു വീടും 15 സെൻറ്റ് പുരയിടവുമാണ് ഞങ്ങൾക്കുള്ളത്. അച്ഛൻ ഒരു ചെറുകിട വ്യാപാരിയാണ്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നിന്നും കൃഷിത്തോട്ടം സന്ദർശിച്ചപ്പോഴാണ് എനിക്ക് കൃഷിയോട് കൂടുതൽ താല്പര്യമുണ്ടായത്. തുടർന്ന് കാർഷിക മേഖലയിലെ വിദഗ്ധരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. സ്ഥലപരിമിതി കണക്കിലെടുത്ത് കൃത്യമായ ആസൂത്രണം നടത്തിയാണ് കൃഷി ചെയ്തത്. പയർ, പാവയ്ക്ക, വഴുതന, വെണ്ട, കോവൽ, പുതിന, ചീര, പച്ചമുളക്, തക്കാളി എന്നീ ഇനങ്ങളാണ് ഞാൻ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. വീട്ടിലെ ആവശ്യം കഴിഞ്ഞ് പച്ചക്കറികൾ വിൽക്കാനും കഴിയുന്നുണ്ട്. ഒരാഴ്ചയിൽ ഏകദേശം 2000 രൂപ വരെ എനിക്ക് സമ്പാദിക്കുവാനും സാധിക്കുന്നു. കൃഷിഭവൻ, ഗ്രാമപഞ്ചായത്ത്, ഭരണസമിതി, കൃഷി സഹകരണ സംഘം എന്നിവയുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും എനിക്ക് ലഭിക്കാറുണ്ട്. അടുത്ത കാലത്തായി ചില ഓൺലൈൻ സേവനങ്ങളും പ്രയോജനപ്പെടുത്തി വരുന്നു. ഇതാണ് ആ സുഹൃത്ത് എഴുതിയ ഒരു ഡയറി എന്ന് പറയുന്നത്. നമ്മുടെ സുഹൃത്തിൻ്റെ വിജയഗാഥ കേട്ടപ്പോൾ സന്തോഷം തോന്നിയില്ലേ? ഇതേപോലെ കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ വിജയം കൈവരിച്ച ഒട്ടനവധി പേർ നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട്. നൽകിയിരിക്കുന്ന പത്രവാർത്തകൾ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയങ്ങളൊക്കെ ആ കുറിപ്പിൽ എഴുതാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും കൃഷിക്കാരുണ്ടോ, അവരുടെ അനുഭവമൊക്കെ അത് എഴുതാം. അടുത്തത് ടാപ്പിയോക്ക പ്ലക്കറിന് പേരറ്റ് തേടി സ്കൂൾ വിദ്യാർത്ഥി. മരച്ചീനി വിളവെടുപ്പിന് ലഘുയന്ത്രം വികസിപ്പിച്ച് സ്കൂൾ വിദ്യാർത്ഥി മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റി. തൻ്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റിനായി അപേക്ഷിച്ചിരിക്കുകയാണ് ഈ ലിറ്റിൽ സയൻറ്റിസ്റ്റ്. അടുത്തത് വാഴയില വിജയം. എടപ്പാള് വാഴക്കുലകൾക്ക് പകരം വാഴയില വിപണനത്തിലൂടെ വിജയത്തിൻ്റെ പുതുഗാഥ രചിച്ചിരിക്കുകയാണ് എടപ്പാളിലെ ഉന്നത ബിരുദധാരിയായ യുവ കർഷകൻ. വാഴക്കുലയ്ക്ക് വില കുറഞ്ഞപ്പോൾ വാഴയില വിൽക്കാമെന്ന വേറിട്ട ചിന്തയാണ് അദ്ദേഹത്തെ ഈ സംരംഭത്തിലേക്ക് നയിച്ചത്. വിദ്യാർത്ഥിനിയുടെ ഇലക്കറിക്കട. പോഷകമൂല്യമുള്ള ഇലക്കറികളുടെ വിപണി സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിനായി കോളേജ് വിദ്യാർത്ഥിനി തുടങ്ങിയ സ്റ്റാർട്ടപ്പ് 1 വർഷം പൂർത്തിയാക്കുന്നതിന് മുമ്പ് വിറ്റുവരവിൽ റെക്കോർഡ്. മഞ്ഞൾ കൃഷിയിലൂടെ സംരംഭകനായി. വയനാട് 2 ഏക്കർ മഞ്ഞൾ കൃഷി ചെയ്ത യുവാവ് വിളവെടുപ്പ് സമയത്തെ വിലയിടിവ് കാരണം പ്രതിസന്ധിയിലായി. എന്നാൽ മഞ്ഞളിൽ നിന്ന് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാമെന്ന് തിരിച്ചറിഞ്ഞതോടെ യുവാവ് പുതിയൊരു സംരംഭകനായി എന്നാണ് പറയുന്നത്. ഗന്ധകശാലയ്ക്ക് പുതിയ ബ്രാൻഡ്. അന്യം നിന്നു പോകുന്ന ഗന്ധകശാല നെല്ലിനം തനതു രീതിയിൽ കൃഷി ചെയ്ത് പ്രത്യേകം ബ്രാൻഡിൽ വിപണിയിലിറക്കിയതോടെ നല്ല വിറ്റുവരവുണ്ടായി. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സ്ഥലത്ത് കൃഷി ഒരുക്കുകയാണ് യുവ സംരംഭകൻ. ഇനി ഇവിടെ സൂചകങ്ങൾ തന്നിട്ടുണ്ട്. പത്രവാർത്തകളിൽ നിന്ന് നിങ്ങൾ പുതുതായി മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? യുവാക്കളായ കർഷകരും സംരംഭകരും നൂതന യന്ത്രങ്ങൾ, പുതിയ വിപണി അവസരങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയിലൂടെ വിജയം കൈവരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അതുകൊണ്ട് ആൻസർ അവിടെ എഴുതി കൊടുത്തിട്ടില്ല. ഇനി രണ്ടാമത്തേത് പുതുവഴികൾ തിരഞ്ഞെടുക്കുവാൻ കർഷകരെ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്?
കൃഷി ചെയ്യുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് സ്ഥലപരിമിതി, കാർഷിക തൊഴിലാളികളുടെ കുറവ്, കീടബാധ, രോഗബാധ, ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിവ്, ഇടനിലക്കാരുടെ ചൂഷണം, ശാസ്ത്രീയമായ രീതികളെക്കുറിച്ച് പരിചയമില്ലായ്മ, ജലദൗർലഭ്യം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. ഇനി കൃഷി ലാഭകരമാക്കാൻ മറ്റെന്തെല്ലാം സാധ്യതകളാണുള്ളത്? എന്തൊക്കെ ചെയ്യാം? അധ്വാന ഭാരം ലഘൂകരിക്കുവാനുള്ള ലഘുയന്ത്രങ്ങളുടെ സഹായം തേടാം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നടത്താം, ബ്രാൻഡിംഗ് ചെയ്തുള്ള വിപണനം നടത്താം, വിഷരഹിത പച്ചക്കറികളും നേരിട്ട് എത്തിക്കാൻ ഓൺലൈൻ വിപണന സാധ്യതകൾ പ്രയോജനപ്പെടുത്താം, പഴവർഗ്ഗ സംസ്കരണം ചെയ്യാം, ജൈവവളം കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി നൂതന കാർഷിക സംരംഭങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശാക്തീകരിക്കുകയും സാശ്രയത്വം വളർത്തുകയും പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. അല്ലേ? പുതിയ കാര്യങ്ങൾ എന്താണ്? പുതിയ പുതിയ രീതികൾ വരുമ്പോഴാണ് പുതിയ ആളുകൾക്കൊക്കെ താല്പര്യം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് കൃഷിയിലേക്കൊന്നും ആർക്കും ഇറങ്ങാൻ വലിയ താല്പര്യമില്ല. നിങ്ങൾക്കും ഇല്ലല്ലോ. അപ്പോൾ ഒരു ഒട്ടുമിക്ക ആളുകൾക്കും താല്പര്യം വളരെ കുറവാണ്. പക്ഷെ പുതിയ പുതിയ ടെക്നോളജിയും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും ഒക്കെയാണ് ആളുകളെ എന്താണ് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പ്രാപ്തമാക്കുന്നത്. പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് ഏതൊക്കെ സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്? നൽകിയിരിക്കുന്ന ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൺലൈൻ സംവിധാനത്തിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? രോഗ കീടബാധ വിവരശേഖരണം, പരിഹാരം, ഇതൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സാമ്പത്തിക സഹായം, സംശയ നിവാരണം, കാലാവസ്ഥാ മാറ്റം അറിയുന്നതിന് ഇതിനൊക്കെ ഓൺലൈൻ സംവിധാനം ആവശ്യമാണ്. സഹകരണ സംഘങ്ങൾ ചെയ്യുന്നത് സംഭരണം, കുറഞ്ഞ വിലയിൽ വളം ലഭ്യമാക്കാൻ, സാമ്പത്തിക സഹായം, വിപണനം, ഇതൊക്കെയാണ്. കുടുംബാംഗങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ, കായികാധ്വാനത്തിൽ സഹകരണം, പ്രോത്സാഹനം, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കലും അതുപോലെ അംഗീകാരം, സബ്സിഡി, ലോൺ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവരുടെ സഹായം എന്ന് പറയുന്നത്. കൃഷിഭവന് ലഘുരേഖകൾ പ്രസിദ്ധീകരിക്കൽ, നടീൽ വസ്തുക്കൾ ലഭ്യമാക്കൽ, പരിശീലന പരിപാടികൾ, ഇതൊക്കെ ചെയ്യുന്നത് കൃഷിഭവന്റെ അണ്ടറിലാണ്. ഇനി ചിത്രീകരണം കൂടുതൽ വിപുലീകരിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. പുതു സംരംഭകരെ സഹായിക്കുവാൻ സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ എന്തെല്ലാം പരിപാടികൾ ഉണ്ടെന്ന് വിവരശേഖരണം നടത്തി ക്ലാസ്സിൽ അവതരിപ്പിക്കുമല്ലോ എന്നാണ് പറയുന്നത്. ഒരുപാട് പരിപാടികളാണ് സർക്കാരിൻ്റെ കീഴിൽ ഉള്ളത്. ഓക്കെ, കൃഷിക്ക് വേണ്ടിയിട്ട് സർക്കാർ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. ഇനി സ്ഥലം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ട് എങ്ങനെയാണ് കൃഷി നടത്തുന്നത് എന്ന് നോക്കാം. കൃഷി ചെയ്യാൻ സ്ഥല സൗകര്യമില്ല എന്ന് പരിതപിക്കുന്നവർക്കുള്ള ഒരു ചൂണ്ടുവലകയാണ് നമ്മുടെ കുട്ടി കർഷകൻ മുന്നോട്ട് വെക്കുന്ന മാതൃക. എന്താണ്? തൻ്റെ 15 സെൻറ്റ് പുരയിടം പരമാവധി പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന എങ്ങനെയാണെന്നുള്ള സൂചനകൾ ചിത്രം 7.2 തന്നിട്ടുണ്ട്. ഇതാണ് ചിത്രം എന്ന് പറയുന്നത്. ഒന്നെന്താണ്? ചാക്കിലെ കൃഷിയാണ്. മറ്റൊന്ന് അക്വാപോണിക്സ് ആണ്. മറ്റൊന്ന് പെറ്റ് ബോട്ടിലെ കൃഷി, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫാമിങ്, ചെടിച്ചട്ടിയിലെ കൃഷി, ടെറസിലെ കൃഷി, ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാവുന്ന കൃഷി രീതികളാണ്. അതുകൊണ്ട് സ്ഥലമില്ല എന്നുള്ളത് ഒരു മുടന്ത ന്യായം അല്ല. ഇനി സ്ഥലപരിമിതി മറികടക്കാനുള്ള ഒരു നൂതന മാർഗമാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? താഴെ തന്നിട്ടുണ്ട്. ഇതാണ് വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറയുന്നത്. അത് എന്താണെന്ന് അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഫാമിംഗ് ലംബമായി അടുക്കിയിരിക്കുന്ന പാളികളിൽ വിളകൾ വളർത്തുന്ന ഒരു നൂതന കാർഷിക രീതിയാണിത്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സാധ്യത കൂടി ഇതിൽ പ്രയോജനപ്പെടുത്താം എന്നതാണ് വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ സവിശേഷത. പരിമിതമായ സ്ഥല സൗകര്യമുള്ള നഗരപ്രദേശങ്ങളിൽ പോലും ഇത് പ്രാവർത്തികമാക്കാം. കൃത്രിമമായ വെളിച്ചം, മഴയെയും വെയിലിനെയും പ്രതിരോധിക്കുന്ന മറ തുടങ്ങിയ അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കിയാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കണക്കിലെടുക്കാതെ കൃഷി ചെയ്യാമെന്നതാണ് ഇതിൻ്റെ നേട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേ രീതിയിൽ നമുക്ക് കൃഷി നടത്താവുന്നതാണ്. ഇനി ഇതിലെ സൂചകങ്ങൾ സ്ഥലപരിമിതി മറികടക്കാൻ എങ്ങനെ സഹായിക്കുന്നു അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? ലംബമായി അടുക്കിയിരിക്കുന്ന പാളികൾ വിളകൾ വളർത്തുന്ന രീതി. അപ്പോൾ നമുക്ക് എന്താണ് അവിടെ സ്ഥലം എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ലാതായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് ഒന്നാമത്തേൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രകാശ ലഭ്യത ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ് നമുക്ക് പ്രകാശ ലഭ്യത ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റുക? അതും അതിൽ തന്നെ പറയുന്നുണ്ട്. എന്താണ്? കൃത്രിമമായ വെളിച്ചം നമുക്ക് നൽകാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തേൻ്റെ ഉത്തരം. ജലവിനിയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. നൂതന ഹൈഡ്രോപോണിക്സ് അല്ലേ, ഹൈഡ്രോപോണിക്സ് അതുപോലെ തന്നെ എയറോപോണിക്സ് സാധ്യതകൾ ഇതിൽ പ്രയോജനപ്പെടുത്താം. അതുകൊണ്ട് എന്താണ്? ജലവിനിയോഗം നമുക്ക് കുറക്കാൻ പറ്റുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ ആൻസർ. ഇനി ഇതിൻ്റെ നിർമ്മാണ ചെലവിനെ കുറിച്ച് എന്താ പറയുന്നത്?
നിർമ്മാണ ചെലവിനെ കുറിച്ച് പറയുന്നത് പ്രാരംഭ നിക്ഷേപം മാത്രമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ. കൂടാതെ ഉയർന്ന വിളവ്, ജലക്ഷമത, വർഷം മുഴുവൻ ഉൽപ്പാദനം തുടങ്ങിയവ നമുക്കിതിൽ നിന്നും കിട്ടുന്നതാണ്. ഇനി ചുരുങ്ങിയ ചെലവ് സ്കൂളിലും വീട്ടിലും വെർട്ടിക്കൽ ഫാമിംഗ് സംവിധാനം പ്രാവർത്തികമാക്കൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ നിർമ്മിച്ച വെർട്ടിക്കൽ ഫാമിംഗ് സംവിധാനത്തിൻ്റെ ചിത്രവും അതിൻ്റെ നിർമ്മാണ രീതിയെക്കുറിച്ചുള്ള ലഘുവിവരണവും ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അടുത്തത് വളപ്രയോഗം എന്നുള്ള അടുത്ത ഒരു ടോപ്പിക്കാണ് പറയുന്നത്. കൃഷി ചെയ്യുമ്പോൾ വളപ്രയോഗം നടത്താറുണ്ടല്ലേ. കൃഷി ചെയ്യുമ്പോൾ വളം എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ വളപ്രയോഗത്തിൻ്റെ ആവശ്യകത എന്താണ്? എന്താണ് വളപ്രയോഗത്തിൻ്റെ ആവശ്യകത? നമുക്ക് സിമ്പിളായിട്ട് പറയാം. വിളകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുന്നതിനും ആരോഗ്യകരമായ വളർച്ചയ്ക്കും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും നമുക്ക് എന്ത് വേണം? വളപ്രയോഗം ആവശ്യമാണ്. ഇനി നൽകിയിരിക്കുന്ന വിവരണങ്ങൾ നമുക്ക് നോക്കാം. സസ്യപോഷകങ്ങൾ. സസ്യങ്ങൾക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതിൽ നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ എന്നിവ കൂടിയ അളവിൽ ആവശ്യമായ മൂലകങ്ങളാണ്. ഇവയെ മൈക്രോ ന്യൂട്രിയൻസ് എന്നും വിളിക്കുന്നു. എന്നാൽ ബേരിയം, ബോറോണ്, സിങ്ക്, കോപ്പർ, മഗ്നീഷ്യം, ഇരുമ്പ്, മോളിബ്ഡിനം, ക്ലോറിൻ, നിക്കൽ തുടങ്ങിയ മൂലകങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇവ മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. വിളകൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ മൂലകങ്ങളുടെയും ലഭ്യത ഉറപ്പുവരുത്തുന്നതിനാണ് വളപ്രയോഗം നടത്തുന്നത്. അപ്പോൾ മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നതും കൃഷിക്ക് വളരെയധികം അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ്. മനുഷ്യനാണെങ്കിലും മനുഷ്യന് എന്ത് വേണം? വൈറ്റമിനും മിനറലും ഫൈബറും പ്രോട്ടീനും എല്ലാം വേണം അല്ലേ? എന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ വളരുള്ളൂ. അതേപോലെ തന്നെയാണ് സസ്യങ്ങൾക്കും എന്ന് പറയുന്നത്. ഇനി നടീലിന് മുമ്പോ ശേഷമോ ചില വളങ്ങൾ കൃഷിയിടങ്ങളിൽ വിതറുന്നു. മറ്റു ചിലവ പൊടികളുടെ വേരുകൾക്ക് സമീപം നൽകുന്നു. ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ വിലകളിൽ തളിക്കുകയും മറ്റു ചിലവ വെള്ളത്തിൽ കലർത്തി വിളകളിൽ സ്പ്രേ ചെയ്യാറുമുണ്ട്. വിളയുടെയും മണ്ണിൻ്റെയും തരം അനുസരിച്ച് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നത് മികച്ച വിളവ് ഉറപ്പാക്കുന്നു. ബയോ പിന്നുകൾ ഉപയോഗിച്ച് വളരെ ചുരുങ്ങിയ ചെലവിൽ ജൈവവളം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. പലതരം വളങ്ങൾ കൃഷിക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടല്ലോ, അതൊന്ന് പൂർത്തീകരിക്കാം. ഏതൊക്കെയാണ്? ഇവിടെ നോക്കൂ കൂട്ടുകാരെ. പ്രധാനമായിട്ടും നമുക്ക് 4 രീതിയിലുള്ള വളങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ജീവാണുവളം. ജീവാണുവളങ്ങൾ ഏതൊക്കെയാണ്? റൈസോബിയം, അതുപോലെ തന്നെ അസോസ്പൈറില്ലം, മൈക്കോറൈസ. ഓക്കെ, ഇതൊക്കെയാണ്. ഇതിന് പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് നൈട്രജന്, ഫോസ്ഫറസ് എന്നിവയുടെ സ്ഥിരീകരണത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ സൂക്ഷ്മജീവികളിൽ മണ്ണിൽ ചേർക്കുന്നതും ഇതാണ്. മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യുന്നില്ല. അടുത്തത് കൃത്രിമ വളങ്ങളാണ്. അമോണിയം ഫോസ്ഫറസ്, യൂറിയ, അമോണിയം സൾഫേറ്റ് തുടങ്ങിയവ. ഇത് മണ്ണിലെ പോഷകമൂല്യം വർദ്ധിപ്പിക്കുവാനായി കൃത്രിമമായി നിർമ്മിച്ച് ഉപയോഗിക്കുന്നത്. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. അമിതമായ വളപ്രയോഗം മണ്ണിൻ്റെ ഘടനയ്ക്കും വിഘാടകർക്കും ദോഷം ചെയ്യും. അടുത്തത് നാനോ വളങ്ങളാണ്. നാനോ യൂറിയ, നാനോ ഫോസ്ഫേറ്റ്, നാനോ മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് നാനോ കണികാരൂപത്തിലുള്ള കൃത്രിമ വളങ്ങളാണ്. സസ്യങ്ങൾക്ക് എളുപ്പത്തിൽ ആഗിരണം ചെയ്യാൻ കഴിയും. മറ്റു വളങ്ങളെ അപേക്ഷിച്ച് വളരെ ചുരുങ്ങിയ അളവിൽ മതിയാകും. കൃത്രിമ വളങ്ങളെ പോലെ മണ്ണിൻ്റെ രാസഘടനയെ മാറ്റുകയും ചെയ്യുന്നില്ല. അടുത്തത് ജൈവവളമാണ്. ജൈവവളം എന്ന് പറയുന്നത് കമ്പോസ്റ്റ്, കാലിവളം, കോഴിവളം, ചാരം, എല്ലുപൊടി ഇതൊക്കെയാണ്. പ്രധാനമായിട്ടുള്ള ഗുണങ്ങൾ ജൈവാവശിഷ്ടങ്ങളിൽ നിന്നാണ്. അതുപോലെ മണ്ണിൻ്റെ ഘടനയ്ക്കോ വിഘാടകർക്കോ ദോഷം ചെയ്യുന്നില്ല. വിഘാടകർ ഇവയിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന പോഷകങ്ങളാണ് സസ്യങ്ങൾക്ക് ലഭിക്കുക. പോഷകങ്ങൾ അളവിൽ കുറവായിരിക്കും. വിഘടന പ്രക്രിയയ്ക്ക് കാലതാമസം എടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 4 തരത്തിലുള്ള വളങ്ങൾ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ വളങ്ങൾ മേന്മകളും പരിമിതികളും എന്ന വിഷയത്തിൽ ഒരു സെമിനാർ പ്രബന്ധം തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി പ്രബന്ധം തയ്യാറാക്കുമ്പോൾ താഴെയുള്ളതൊക്കെ ചേർക്കണം. ഓരോ വളത്തിൻ്റെയും സാധ്യതകളും പരിമിതികളും ചേർക്കുക. അതുപോലെ തന്നെ മണ്ണ് പരിശോധനയും വളപ്രയോഗവും കുറിച്ച് പറയുക. വളപ്രയോഗവും ജലസേചനവും കുറിച്ച് പറയാം. അപ്പോൾ ഓരോ വളത്തിനും ഒരുപാട് നേട്ടങ്ങളും സാധ്യതകളും പരിമിതികളും ഉണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്തൊക്കെയാണെന്നുള്ളത്. ഇപ്പോൾ പ്രധാനമായിട്ടും ജൈവവളമാണെങ്കിൽ മണ്ണിൻ്റെ ആരോഗ്യത്തിൻ്റെയും ഘടനയും അത് യാതൊരു ദോഷവും ബാധിക്കുന്നില്ല. രാസവളം എന്ന് പറയുന്നത് സസ്യങ്ങൾക്ക് നേട്ടമാണെങ്കിലും മണ്ണിന് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നുണ്ട്.
നാനോ വളമാണെങ്കിൽ പോഷകങ്ങളുടെ കൃത്യമായ വിതരണം അനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണിലും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് സൂക്ഷ്മവളമാണ്. സൂക്ഷ്മവളം എന്ന് പറയുന്നത് മണ്ണിൻ്റെ ഗുണകരമായ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മൂലം സസ്യവളർച്ചയ്ക്കും രോഗപ്രതിരോധവും വർദ്ധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ താപനില, ഈർപ്പം, മണ്ണിൻ്റെ തരം, രാസവസ്തുക്കൾ തുടങ്ങിയ പാരിസ്ഥിതിക ഘടകങ്ങൾ സൂക്ഷ്മജീവികളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റിന് താഴെ പിൻ ചെയ്ത് തരാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് ലീഫ് കളർ ചാർട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ധാന്യവിളകളിൽ നൈട്രജൻ്റെ ലഭ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണിത്. ചെടികളുടെ ഇലകളുടെ നിറം പ്രമാണചിത്രവുമായി താരതമ്യപ്പെടുത്തി നൈട്രജൻ വളങ്ങൾ എത്രത്തോളം ചേർക്കേണ്ടതുണ്ട് എന്ന് കണ്ടെത്തുവാൻ ഇത് സഹായിക്കുന്നു. ഇളം പച്ചനിറം നൈട്രജൻ്റെ കുറവ് സൂചിപ്പിക്കുന്നു. കടും പച്ചനിറം നൈട്രജൻ്റെ അളവ് ആവശ്യത്തിനുണ്ട് എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് കൊടുക്കും തോറും ഏറിടും എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് കൊടുക്കും തോറും ഏറിടുന്നത് എന്ന് നമുക്ക് നോക്കാം. സസ്യങ്ങൾക്ക് ലഭിക്കുന്ന മൂലകങ്ങളെല്ലാം വിവിധ രൂപത്തിൽ അവയെ ആഹാരമാക്കുന്ന നമുക്കും ലഭിക്കുമല്ലോ. ശരിയാണല്ലേ, നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഭക്ഷ്യയോഗ്യമായ 100 ഗ്രാം പച്ചക്കറിയിൽ അടങ്ങിയിരിക്കുന്ന വിവിധ പോഷകങ്ങളുടെ അളവ് സംബന്ധിച്ച ഒരു പഠനത്തിൽ നിന്നും വിവരങ്ങളാണ് ഈ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ്, ചേമ്പില, അതുപോലെ കറിവേപ്പില, മുരിങ്ങയില, മധുരച്ചീര, കാബേജ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ എത്രയുണ്ട്, നാര് എത്രയുണ്ട്, അന്നജം എത്രയുണ്ട്, കാൽസ്യം, ഇരുമ്പ്, കരോട്ടിൻ, ജീവകം സി, ഇതൊക്കെ എത്രത്തോളം ഉണ്ടെന്നാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നാടൻ ഇനങ്ങൾ പ്രാദേശിക പരിസ്ഥിതിയോട് ഇണങ്ങി വളർന്നവയായിരിക്കും. അവ ആ പ്രദേശത്തുള്ള കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെ സ്വാഭാവികമായും പ്രതിരോധം ആർജിക്കുന്നതിനാൽ കീടനാശിനികളുടെ ഉപയോഗം കുറക്കാം. പ്രാദേശിക പരാഗണകാരികളായ പ്രാണികളെ നിലനിർത്തുക വഴി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കും ഗുണകരമാണ്. വളങ്ങളും വളരെ കുറച്ചു മാത്രം മതി എന്നതിനാൽ ചെലവും കുറക്കാമെന്നാണ് പറയുന്നത്. ഇനി വീട്ടുവളപ്പിൽ ഇത്തരം നാടൻ പച്ചക്കറികൾ വളർത്താൻ കഴിയുമല്ലോ. അടുക്കള തോട്ടത്തിൽ നിന്നും പോഷകത്തോട്ടത്തിലേക്കുള്ള മാറ്റത്തെ ഇത്തരം നാടൻ ഇനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നതാണ്, അല്ലേ? ഇനി സ്കൂൾ അങ്കണത്തിൽ ഇത്തരത്തിലുള്ള ഒരു പോഷകത്തോട്ടം നിർമ്മിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അടുത്തത് മികച്ച വിളവിന് നേന്മയുള്ള നടീൽ വസ്തുക്കൾ ആവശ്യമാണ്, അല്ലേ? നമുക്ക് തോന്നുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പയർ വിത്തിട്ട് കഴിഞ്ഞാൽ മുളക്കോ ഇല്ല. അതിനെന്താണ്, അതിൻ്റേതായ ഗുണമുള്ള പയർ വിത്ത് തന്നെ വേണം. എങ്കിൽ മാത്രമേ നല്ല പയർ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴേ മെച്ചപ്പെട്ട വിളവ് ലഭിക്കുകയുള്ളൂ. മെച്ചപ്പെട്ട ഇനം നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, GM വിള, ലെയറിങ്, ടിഷ്യൂ കൾച്ചർ, വർഗസംകരണം തുടങ്ങിയവയൊക്കെ. ഇതൊക്കെ നടീൽ രീതികളാണ്. ഇനി പല പോഷക ഘടകങ്ങൾ അടങ്ങിയ അരി തരുന്ന നെൽച്ചിരി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അതെങ്ങനെ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരുപാട് രീതിയിൽ ഇത് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ GM വിളകളെ കുറിച്ച് പറയുന്നുണ്ട്. ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. ജനിതക എഞ്ചിനീയറിംഗ് വഴി ജനിതക ഘടനയിൽ മാറ്റം വരുത്തി വിളകളിൽ പുതിയ സ്വഭാവ സവിശേഷതകൾ ഉൾച്ചേർക്കാൻ സാധിക്കും. കീടബാധ ചെറുക്കുന്ന പരുത്തിച്ചെടി, കളനാശിനികളെ പ്രതിരോധിക്കുന്ന സോയാബീന്, വിറ്റാമിൻ എ ധാരാളമുള്ള നെല്ലിനങ്ങൾ എന്നിവ ഇത്തരം വിളകൾക്ക് ഉദാഹരണമാണ്. അടുത്തത് ടിഷ്യൂ കൾച്ചർ വഴിയുള്ളതാണ്. മാതൃസസ്യത്തിൻ്റെ അതേ ഗുണസവിശേഷതകളുള്ള ധാരാളം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. സസ്യത്തിൻ്റെ അനുയോജ്യമായ ഭാഗത്തു നിന്നും കലകളെ വേർതിരിച്ചെടുത്ത് പ്രത്യേക പോഷക മാധ്യമത്തിൽ വളർത്തിയാണ് തൈച്ചെടികളെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ടിഷ്യൂ കൾച്ചർ വഴിയും ഒരുപാട് സസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാതൃസസ്യത്തിൻ്റെ അതേ സ്വഭാവ സവിശേഷതയുള്ള തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ക്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ്, ടിഷ്യൂ കൾച്ചർ എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്. അല്പം പരിശീലനം നേടിയാൽ ക്രാഫ്റ്റിംഗ്, ബഡ്ഡിങ്, ലെയറിങ് എന്നിവ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ 7ാം ക്ലാസ്സിലെ ബുക്കിലൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ. എന്നാൽ ടിഷ്യൂ കൾച്ചർ ചെയ്യാൻ കുറേ കൂടി മികച്ച സാങ്കേതിക പരിജ്ഞാനവും പരിശീലനവും ആവശ്യമാണ്. ടിഷ്യൂ കൾച്ചറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് ബുള്ളറ്റ് ബോർഡിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ടിഷ്യൂ കൾച്ചർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുമാണ്. ചെടിയുടെ ഭാഗം തിരഞ്ഞെടുക്കണം, അതുപോലെ തന്നെ അത് ശുദ്ധീകരിക്കണം, പോഷക വളത്തിൽ വെക്കണം, വളർത്തണം, അതിനുശേഷം തണ്ടുകൾ വളർത്തണം, വേരുകൾ വളർത്തണം, പുറത്തെ അന്തരീക്ഷത്തിന് ചേരുന്ന രീതിയിൽ അതിനെ പരിശീലിപ്പിക്കണം, മണ്ണിൽ നട്ടുപിടിപ്പിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതുമായിട്ട് ചെയ്യാനുണ്ട്. GM വിളകൾക്ക് ഒട്ടേറെ ഗുണവിശേഷങ്ങളുണ്ട്. പക്ഷേ അവ തദ്ദേശീയ ഇനങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ടെന്ന അഭിപ്രായവുമുണ്ട്. ഇക്കാര്യങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട മേഖലയിലെ വിദഗ്ധരുമായി അഭിമുഖം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്.
ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ജലവിനിയോഗം എന്ന ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ രണ്ട് കർഷകർ പറയുന്ന കാര്യമാണ്. ഒരാൾ പറയാണ്, നിങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ മതിയാക്കിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കൃഷിക്കാരൻ പറയുന്നത് എന്താണ്, ചിലപ്പോൾ തോരാത്ത മഴയായിരിക്കും, ചിലപ്പോൾ എന്താണ് തുള്ളി വെള്ളം പോലും ഇല്ലാത്ത വരൾച്ച, എന്ത് ചെയ്യും, എങ്ങനെ കൃഷി ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ലതാഗൃഹം, പുതയിടൽ, തിരിനന എന്നൊക്കെ പറയുന്നത് ഇതെന്താണെന്ന് താഴെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദീകരിക്കാം. ഇനി ഹരിതഗൃഹം, ഗ്രീൻ ഹൗസിനെ കുറിച്ച് പറയുന്നു. മഴക്കാലത്തും വേനൽക്കാലത്തും ഒരേപോലെ കൃഷി ചെയ്യാൻ സഹായിക്കുന്ന സംവിധാനമാണ് പ്ലാസ്റ്റിക്, നൈലോണ്, പോളി എത്തിലീൻ തുടങ്ങിയ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് ഹരിതഗൃഹം നിർമ്മിക്കുന്നത്. എല്ലാ ഭാഗത്തും മറയുള്ളതിനാൽ കീടരോഗബാധ കുറക്കാനും ഇതിലൂടെ കഴിയും. ഇനി എന്താണ് തുളി നന അഥവാ ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പേരാണ്. ജലത്തെ തുള്ളികളായി പടലത്തിലേക്ക് വീഴ്ത്താൻ സഹായിക്കുന്ന പൈപ്പുകളും വാൾവുകളും ഉപയോഗിച്ചുള്ള ജലസേചന രീതിയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ജലനഷ്ടം പരമാവധി കുറക്കാം. എല്ലാ ചെടികൾക്കും ഒരേപോലെ ജലലഭ്യത ഉറപ്പുവരുത്താനും കഴിയും. അടുത്തത് തിരിനനയാണ്, വിക്ക് ഇറിഗേഷനാണ്. പരുത്തുതിരി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്നും ചെടികളുടെ വേരുപടലത്തിന് സമീപത്തേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണിത്. തുളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരികയുള്ളൂ. അടുത്തത് പുതയിടലാണ്, മൾജിങ് ആണ്. ബാഷ്പീകരണ നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കുവാൻ കരിയിലകൾ, വൈക്കോല് എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണിത്. കളകളുടെ വളർച്ച കുറയ്ക്കുവാനും മണ്ണ് ജൈവ സമ്പുഷ്ടമാക്കുവാനും ഇതിലൂടെ കഴിയുകയും ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കീടനിയന്ത്രണം, പെസ്റ്റ് കൺട്രോൾ. നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കീടങ്ങൾ വരാറുണ്ട് എന്നൊക്കെ അമ്മ പറയാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമുക്കിതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നത് എന്നതാണ് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ നോക്കൂ, കായത്തുരുപ്പൻ പയറ്, അതുപോലെ തന്നെ ഇലിച്ചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പൻ പുഴു, ഇതൊക്കെ ഓരോ വഴുതന, വെണ്ട, പയർ ഇതിലൊക്കെ വരുന്നതാണ്. ഇനി നമ്മുടെ പ്രദേശത്തെ വിളകളെ ബാധിക്കുന്ന പ്രധാന കീടങ്ങൾ ഏതെല്ലാമാണ്? ഈ മൂന്നും തന്നെയാണ് നമ്മുടെ പ്രദേശത്ത് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. കീടങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ പ്രദേശത്തെ കർഷകർ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഈ പുകയില കഷായമൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ. വേറെ എന്തെങ്കിലും കൂടുതലായിട്ട് എനിക്കറിയില്ല, എന്തെങ്കിലും ഉപയോഗിക്കുന്നു. പുകയില കഷായം കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ചില കായകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കെട്ടി സൂക്ഷിക്കാറുണ്ട്, ഇത്തരത്തിലുള്ള എന്താ പറയുക കീടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി സംയോജിത കീടനിയന്ത്രണം എന്താണെന്ന് പറയുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. കീടനിയന്ത്രണത്തിന് വ്യത്യസ്തമായ മാർഗങ്ങൾ നിലവിലുണ്ടെന്ന് അറിയാമല്ലോ. കീടങ്ങളുടെ സാന്ദ്രത, വിളകളുടെ സ്വഭാവം എന്നിവ കണക്കിലെടുത്ത് വേണം കീടനിയന്ത്രണ മാർഗങ്ങൾ തിരഞ്ഞെടുക്കാൻ. മുഴുവൻ കീടങ്ങളെയും കൊന്നൊടുക്കുക എന്നതല്ല, വിളകളുടെ നാശമുണ്ടാകാത്ത തരത്തിൽ അവരുടെ പേരുകൾ നിയന്ത്രിക്കുക എന്നതാണ് കർഷകരുടെ ആവശ്യം. പരിസ്ഥിതിക്കും ആരോഗ്യത്തിനും ദോഷകരമായ കീടനാശിനികൾ എപ്പോഴും ഇതിനായി ഉപയോഗിക്കേണ്ടതില്ല. പലതരം വലകളും കെണികളും കൊണ്ടുള്ള യാന്ത്രിക കീടനിയന്ത്രണ മാർഗങ്ങൾ, മിത്രകീടങ്ങൾ, കീടബാധ ചെറുക്കാൻ കഴിവുള്ള വിത്തിനങ്ങളുടെ കൃഷി എന്നിവയിലൂടെ കീടനാശിനിയുടെ ഉപയോഗം പരമാവധി കുറക്കുന്ന രീതിയാണിത് സംയോജിത കീടനിയന്ത്രണം. കീടങ്ങൾ പെരുകുകയും വിളനഷ്ടം ഉണ്ടാകാൻ സാധ്യതയേറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട അളവിലും മുൻകരുതലുകൾ പാലിച്ചും വേണം കീടനാശിനികൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ കർഷകരൊക്കെ പറയുന്ന അവർക്ക് എല്ലാ കീടത്തൊന്നും ഇതാക്കി കളയേണ്ട, പക്ഷെ അവർ ചെയ്ത അല്ലെങ്കിൽ അവരുടെ വിളകൾക്ക് ദോഷം വരാത്ത രീതിയിൽ മതി എന്നുള്ളതാണ്. അതിനാണ് ഈ ഒരു നിയന്ത്രണ രീതി. അടുത്തത് എന്താണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്? ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, ചിത്രം തന്നെ നോക്കൂ. ഇവിടെ കൃഷിയുണ്ട്, അതുപോലെ താറാവ്, കോഴിയുണ്ട്, മീനുണ്ട്, കന്നുകാലിയുണ്ട്, കോഴിയുണ്ട് അല്ലേ, എല്ലാം കൂടിയുള്ളതാണ്. സസ്യപരിപാലനം മാത്രമാണോ കൃഷി എന്ന് പറയുന്നത്? സസ്യങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന കൃഷി അല്ല. സസ്യപരിപാലനത്തോടൊപ്പം പക്ഷികൾ, മത്സ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയെ വളർത്തുന്നതും കൃഷി തന്നെയല്ലേ. ഇപ്രകാരം വൈവിധ്യമാർന്ന ജീവികളെ ഒരുമിച്ച് പരിപാലിക്കുന്നതാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രദേശത്തെ ഇത്തരത്തിലുള്ള കൃഷിയിടം സന്ദർശിച്ച് ചുവടെ നൽകിയിരിക്കുന്ന സൂചകങ്ങളുടെ സഹായത്തോടെ വിശകലനം ചെയ്ത് സംയോജിത കൃഷിയെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കണം. ഇവിടെ നോക്കൂ, സംയോജിത കൃഷി ഇവിടെ എന്തൊക്കെയാണുള്ളത്? കോഴി, താറാവ്, അത് തീറ്റ വളം കൊടുക്കുന്നുണ്ട്. പച്ചക്കറി അല്ലേ, വളം എന്തായിട്ട് മാറുന്നുണ്ട്? പച്ചക്കറിയായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ തീറ്റ, കാലി വളർത്തൽ, നെൽകൃഷി, ഇതിനെല്ലാം ഒരേ റൊട്ടേഷനിലാണ് പോകുന്നത്. ഇനി സംയോജിത കൃഷിയുടെ നേട്ടങ്ങളും സാധ്യതകളും എന്താണെന്ന്?
എന്തൊക്കെയാണ്? വിളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും, രാസവസ്തുക്കളുടെ ഉപയോഗം കുറക്കാൻ വേണ്ടി പറ്റും, ഫലപ്രദമായ മാലിന്യ സംസ്കരണവും പറ്റും. ഓക്കെ, ഒന്നും കൂടെ പറയാം, എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ്. വിളവ് വർദ്ധിപ്പിക്കൽ, രാസവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കൽ, ഫലപ്രദമായ മാലിന്യ സംസ്കരണം. അടുത്തതായിട്ട് പറയുന്നത് ഭക്ഷ്യസുരക്ഷ. ഭക്ഷ്യസുരക്ഷയിൽ ഇത് എങ്ങനെയൊക്കെയാണ് കൂടുതലാവുന്നത്? കുറഞ്ഞ രാസവളങ്ങൾ ഉപയോഗിച്ചും വൈവിധ്യമാർന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചും മികച്ച വിളവ് നേടിക്കൊണ്ടും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സംയോജിത കൃഷി രീതി കൊണ്ട് പറ്റുന്നുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് ഉൽപാദന ചെലവ് കുറയ്ക്കൽ, അല്ലേ? ഇപ്പോൾ പ്രകൃതി വിഭവങ്ങൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ ഇതിൽ പറ്റും, അല്ലേ? പശുവിനെ വളർത്തുമ്പോൾ പശുവിൻ്റെ കാഷ്ടം നമുക്ക് കൃഷിക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവയുടെ ഉപയോഗം കുറച്ചും കാർഷിക മാലിന്യങ്ങളുടെ പുനരുപയോഗം നടത്തിയും സംയോജിത കൃഷി ഉൽപാദന ചെലവ് കുറക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് സ്മാർട്ട് ഫാമിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് സ്മാർട്ട് ഫാമിംഗ്? ആധുനിക സാങ്കേതിക വിദ്യയിൽ കൃഷിയിൽ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന അതാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വായിച്ചു നോക്കാം. യുവ കർഷകർ ശ്രദ്ധാകേന്ദ്രമാകുന്നു. IT മേഖലയിൽ ഉയർന്ന ശമ്പളമുണ്ടായിരുന്ന യുവാവ് നിലവിലുണ്ടായിരുന്ന തൻ്റെ ജോലി ഉപേക്ഷിച്ച് കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കാർഷിക രംഗത്തെ നൂതന രീതികളും IT മേഖലയിലെ അറിവുകളും പ്രയോജനപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിച്ചത്. തൻ്റെ കൃഷിരീതിയെ സ്മാർട്ട് ഫാമിംഗ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സ്മാർട്ട് ഫാമിംഗ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? AI ആണ്. ഓക്കെ, നിർമ്മിത ബുദ്ധി. വിളകളുടെ ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരണങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്നപരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഇതിലൂടെ പറ്റും. അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂയിഷ്ഠത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്ര സഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നു. ഇപ്പോൾ ഇതിലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് സെൻസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെയാണ് കുറവുള്ളത് എന്ന് AI പറഞ്ഞു തരുന്ന ഒരു സിസ്റ്റം. അടുത്തത് ഹൈഡ്രോപോണിക്സ് ആണ്. പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യും. അടുത്തത് എയറോപോണിക്സ് ആണ്. വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാക്കുന്നു. ഇത്തരത്തിലുള്ള രീതിയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ വിപണനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കൃഷി മാത്രം സ്മാർട്ട് ആയാൽ മതിയോ? ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ഈ കാലഘട്ടത്തിൽ കാർഷികോൽപ്പന്ന വിപണിയും സ്മാർട്ട് ആവേണ്ടതില്ലേ? വിത്തിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിട്ട് കാണാനുള്ള സംവിധാനം ഒരുക്കിയാൽ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യതയും വിപണി മൂല്യവും വർദ്ധിപ്പിക്കാനാവില്ലേ? കൃഷിയിടങ്ങളിലെ സെൻസറുകൾ, ഡ്രോണുകൾ, AI ക്യാമറകൾ എന്നിവയിലൂടെ ഇത് എളുപ്പത്തിൽ സാധ്യമാക്കാം. ഉൽപ്പന്നങ്ങളെ ലോകമെമ്പാടുമുള്ള ഉപഭോക്താക്കളിലേക്ക് നേരിട്ട് എത്തിക്കാനും ഇതിനാകും. ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ആഗോള വിപണന സാധ്യത വർദ്ധിപ്പിക്കുവാനും ഇതുപോലെ സാധിക്കും. അപ്പോൾ ആളുകൾക്ക് ഇന്ന് അറിഞ്ഞാൽ മതി, ഇത് ശരിയായ രീതിയിലാണോ നടത്തുന്നത് എന്നറിഞ്ഞാൽ മതി. ഇതിന് ഒരുപാട് മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി എന്താണ് ഭൗമസൂചിക പദവി എന്നതാണ് അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. കേരള കശുവണ്ടിക്ക് ഭൗമസൂചിക പദവിക്ക് ശ്രമം. കൊല്ലമാണ്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കശുവണ്ടിക്ക് കേരള കശുവണ്ടി എന്ന പേരിൽ ഭൗമസൂചിക പദവി നേടാൻ ശ്രമം തുടങ്ങി. കേരള സംസ്ഥാന കശുമാവ് വികസന ഏജൻസി സ്പെഷ്യൽ ഓഫീസർ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കേന്ദ്ര വാണിജ്യ വ്യാവസായിക മന്ത്രാലയമാണ് പദവി അംഗീകരിക്കേണ്ടത്. ഇതൊരു പത്രവാർത്തയാണ്. ഇതെന്താണ്? കൃഷി ചെയ്യുന്ന ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതകൾ അനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ രുചി, മണം, നിറം, പോഷകഗുണം എന്നിവയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില പ്രദേശങ്ങളിലെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് ഭൗമസൂചിക പദവി ലഭിക്കുന്നത്. ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ അധിക മൂല്യം ലഭിക്കുകയും ചെയ്യും. ഇനി ഭൗമസൂചിക പദവി ലഭിക്കുന്ന ചില കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പാലക്കാട് മട്ടയേരി എന്ന് പറയുന്നത്, മലബാർ കുരുമുളക്, കുറ്റ്യാട്ടൂർ മാങ്ങ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില. ഇതിനൊക്കെ എന്താണ്? ഭൗമസൂചിക അവാർഡ് ലഭിച്ചിട്ടുള്ളതാണ്. ഇനി കൃഷിയിലെ വൈവിധ്യം. ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് മാത്രമാണോ കൃഷി? അല്ല. എന്താണ്? അതിലൂടെ നമുക്ക് ഇലവാഴ കൃഷി, ഉദ്യാന കൃഷി, പക്ഷി വളർത്തൽ, ഔഷധ സസ്യകൃഷി, വെറ്റില കൃഷി, പുഷ്പകൃഷി, അലങ്കാര മത്സ്യകൃഷി, ഓമന മൃഗങ്ങളെ വളർത്തൽ, ഇതൊക്കെ കൃഷി തന്നെയാണ്. ഇനി കൃഷിയുടെ വൈവിധ്യവൽക്കരണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനങ്ങൾ? എല്ലാ സീസണിലും വരുമാനം ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് പറ്റും, അല്ലെ? അതുപോലെ തന്നെ കീടബാധ, രോഗമല്ലെങ്കിൽ വിലയിടിവ് കാരണം ഒരു വിളയിൽ നിന്ന് വരുമാന നഷ്ടം സംഭവിച്ചാൽ അത് മറ്റൊന്നിൽ നിന്ന് നികത്താനും നമുക്ക് പറ്റുന്നതാണ്.
ഇനി അടുത്തത്, ഇവയിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന കൃഷി ഇനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ചെയ്യാൻ പറ്റും? അലങ്കാര മത്സ്യകൃഷി ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല, അതിന് ഇത്രയധികം സ്ഥലത്തിൻ്റെ ആവശ്യമില്ല. വളർത്തു മൃഗങ്ങളെ വളർത്താനും പറ്റുന്നതാണ്. ഇനി കർഷകർക്കായി മൊബൈൽ ആപ്പുകൾ, ഏതൊക്കെയാണ് മൊബൈൽ ആപ്പുകൾ എന്ന് നോക്കാം. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കീടരോഗബാധ മുന്നറിയിപ്പുകൾ, കൃഷി സംബന്ധിയായ വിദഗ്ധോപദേശങ്ങൾ, വിപണി നിലവാരം, കർഷകർക്കുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയ്ക്കെല്ലാം ലഭ്യമാകുന്ന ആപ്പുകൾ ഉണ്ട്. ഇത്തരം സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ കാർഷിക മേഖല കൂടുതൽ കരുത്താർജിക്കും എന്നാണ് പറയുന്നത്. ശരിയാണല്ലേ? ഓരോ കൃഷിക്കും വരുന്നത് എന്തൊക്കെയാണ്, ഓരോ കൃഷിക്കും ആവശ്യമായത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും പോഷക സമ്പുഷ്ടമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. ജനസംഖ്യ അനുദിനം വർദ്ധിച്ചു വരികയും ആഹാരശീലങ്ങൾ മാറി വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൃഷിയുടെ വ്യാപനവും ആധുനികവൽക്കരണവും അതീവ പ്രാധാന്യം അർഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, വളരെ ഒരു മനുഷ്യന് എന്തുണ്ടായിട്ടും കാര്യമില്ല, എന്ത് വേണം? ആരോഗ്യം വേണം അല്ലേ? ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം, നമ്മൾ നല്ല പോഷക സമ്പുഷ്ടമായ ഭക്ഷണം തന്നെ കഴിക്കണം. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനും ഒരു മെസ്സേജുമാണ് ഇതിലൂടെ തരുന്നത്. പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്കിതിലെ വിലയിരുത്താം എന്ന പ്രവർത്തനം നോക്കാം. ബോക്സ് എ, ബി എന്നിവയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളെ അനുയോജ്യമായ രീതിയിൽ പട്ടികപ്പെടുത്തുക. 7 തന്നിട്ടുള്ളത് സ്ഥലപരിമിതി, കൃത്രിമ വളം, ജൈവവളം. ബിയിലുള്ളത് വെർട്ടിക്കൽ ഫാമിംഗ്, കാലിവളം, യൂറിയ, മണ്ണിര കമ്പോസ്റ്റ്, അമോണിയം, ഫോസ്ഫേറ്റ്, മട്ടുപാവിലെ കൃഷി, എല്ലുപൊടി, ചാക്കിലെ കൃഷി, സൂപ്പർ ഫോസ്ഫേറ്റ്. ഇതിൽ സ്ഥലപരിമിതിയിലുള്ളത് ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ഫാമിങ്ങും മട്ടുപാവിലെ കൃഷി, ചാക്കിലെ കൃഷി. ജൈവവളമായിട്ടുള്ളത് കാലിവളം, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി. കൃത്രിമ വളം യൂറിയ, അമോണിയം ഫോസ്ഫേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ്. ഇതൊക്കെയാണ്. അപ്പോൾ ഇത് ഈ രീതിയിലാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, സതീഷിന് 15 സെൻറ്റ് പുരയിടവും 30 സെൻറ്റ് പാടവുമുണ്ട്. നെൽകൃഷി കൊണ്ട് വേണ്ടത്ര മെച്ചമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പുരയിടവും പാടവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷി ലാഭകരമാക്കുവാൻ നിങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് നൽകാനുള്ളത്? എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വീട്ടുവളപ്പിൽ നെൽവയലുകളും ഒന്നിലധികം വിളകളും കന്നുകാലികളും ജൈവ കൃഷി എന്നിവയ്ക്കായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഏതിലെങ്കിലും ഒന്നിലോ രണ്ടിലോ ലാഭം കിട്ടും. ഒരു കൃഷി മാത്രം ചെയ്തു കഴിഞ്ഞാൽ അതിലെ ലാഭം മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മൂന്നാമത്തത്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? മറ്റുള്ളവയുടെ പൊതു സവിശേഷതകൾ എന്ത്? എ, തിരിനന, വെർട്ടിക്കൽ ഫാമിംഗ്, ഡ്രിപ്പ് ഇറിഗേഷൻ, പുതയിടൽ. ഏതാണ്? വെർട്ടിക്കൽ ഫാമിംഗ് ആണ്. ബാക്കിയുള്ളവയൊക്കെ ജലസംരക്ഷണ രീതികളാണ്. ബി, ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, എയറോപോണിക്സ്, ഭൗമസൂചിക. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഭൗമസൂചികയാണ്. ബാക്കിയുള്ളവ സസ്യങ്ങളെ വളർത്താൻ ഉപയോഗിക്കുന്ന രീതികളാണ്. നാലാമത്തെ ചോദ്യം, കീടങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയാലേ കൃഷി ലാഭകരമാകൂ. കർഷകന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? എല്ലാം ഫലപ്രദമായ കീടനിയന്ത്രണം നടപ്പാക്കാം. എങ്ങനെ ഫലപ്രദമായ കീടനിയന്ത്രണം നടപ്പാക്കാം? അപ്പോൾ എല്ലാ കീടങ്ങളെയും ഇല്ലാതാക്കി കൃഷി ലാഭകരമാക്കുന്നതിലുപരി ഫലപ്രദമായ കീടനിയന്ത്രണ മാർഗങ്ങളും വിളപര്യയം, ജൈവ നിയന്ത്രണം, ജൈവ കീടനാശിനികൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന സംയോജിത കീടനിയന്ത്രണ രീതികൾ കീടനിയന്ത്രണത്തെ സുസ്ഥിരമാക്കി ചെലവ് കുറയ്ക്കാനും പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ അതേ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അഞ്ചാമത്തേത്, ചിത്രീകരണം നിരീക്ഷിക്കൂ. ഇവിടെ എന്താണ്? ഇവിടെ നോക്കൂ, തേങ്ങയിൽ നിന്നും എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? കരകൗശല വസ്തുക്കൾ, കയർ ഉൽപ്പന്നങ്ങൾ, വിനാഗിരി, ചിപ്സ്, തേങ്ങാ ക്രീം, പാനീയം, ഇതൊക്കെ ചെയ്യുന്നതും ഈ ഒരു തേങ്ങയിൽ നിന്നാണ്. ഇതിലെ എ ചോദ്യം, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് കർഷകർക്കുള്ള നേട്ടം എന്ത് നേട്ടമാണ്? മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കർഷകർക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സഹായിക്കുകയും അവരുടെ വിളകളിൽ നിന്ന് പുതിയതും വൈവിധ്യപൂർണവുമായ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലെ ബി ചോദ്യം, മറ്റേതെങ്കിലും വിളയുടെ സമാനമായ ചിത്രീകരണം തയ്യാറാക്കുക. അപ്പോൾ ഇതേപോലെ വേറെ ഏതെങ്കിലും വിളകളുടെ നിങ്ങൾക്ക് തയ്യാറാക്കാം. വാഴയ്ക്ക് എന്തുണ്ട്? വാഴയില അല്ലേ? വാഴയില നമ്മൾ സംഭരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാഴ തണ്ടുകൾ, വാഴയിൽ നിന്ന് നാരുകൾ, വാഴക്കൂമ്പ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പഴത്തിൽ നിന്ന് ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതിലെ തുടർ പ്രവർത്തനങ്ങളുണ്ട്, അത് കൂട്ടുകാർ വായിച്ചു നോക്കുക, ആവശ്യമുള്ളത് ചെയ്യുക.
ഇത് പാഠം കഴിഞ്ഞു. അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ജീവൻ്റെ ഉത്ഭവവും ജീവികളുടെയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫിസിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള നിങ്ങളുടെ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. താഴെ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. അതിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ആൻസേഴ്സ് ആവശ്യമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. മാക്സിമം നമ്മൾ റീപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.